ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളെ കുറിച്ചാണ്. അതായത് കമ്പനികൾ സൺറൂഫ് പ്രൊവൈഡ് ചെയ്യാത്ത വാഹനങ്ങളിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് സൺറൂഫുകൾ ഘടിപ്പിക്കാൻ കഴിയും. ഇത്തരത്തിൽ സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളും നമുക്കുണ്ട്, അതുപോലെ അതിനേക്കാളേറെ ദോഷങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അത്തരത്തിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതിലൂടെ വാഹനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ദോഷങ്ങളും എല്ലാം എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പഴയ കാലങ്ങളിൽ ലക്ഷറി വാഹനങ്ങളിലെ ആഡംബരത്തിൻ്റെ പ്രതീകമായിരുന്ന സൺറൂഫ് എന്ന ഫീച്ചർ ഇന്ന് നമ്മുടെ നിരത്തിലിറങ്ങുന്ന സാധാരണ വാഹനങ്ങളിലും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം കൂടിയായിരിക്കും, എന്തുകൊണ്ടാണ് ഓരോ വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ സാധാരണ വാഹനങ്ങളിലും സൺറൂഫ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്. അപ്പോൾ സൺറൂഫ് വെറും ഒരു ഫീച്ചറല്ല, സൺറൂഫ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതുപോലെ ഒരുപാട് ദോഷങ്ങളുമുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സൺറൂഫുകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നിരത്തിൽ സൺറൂഫ് ഉള്ള വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട്, സൺറൂഫ് ഇല്ലാത്ത വാഹനങ്ങളും ഇറങ്ങുന്നുണ്ട്. സൺറൂഫ് ഇല്ലാത്തൊരു കാറിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുകയാണെങ്കിൽ സൺറൂഫ് കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ ദോഷങ്ങളും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇൻബിൽഡായിട്ട് സൺറൂഫ് ഉള്ള ഒരു വാഹനത്തെ പോലെ തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിച്ച വാഹനത്തെയും കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതിലൂടെ വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അതുപോലെ വാഹനത്തിന് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, കുറച്ച് ദോഷങ്ങളുമുണ്ട്. ആദ്യം നമുക്ക് ഗുണങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തി തന്നെയാണ്. അതായത് താൻ വാങ്ങിയ വാഹനത്തിൽ കമ്പനി സൺറൂഫ് പ്രൊവൈഡ് ചെയ്യാത്തതിൽ അസംതൃപ്തനായതുകൊണ്ടാണ് ഓരോ കസ്റ്റമറും ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ ഒരു അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾക്ക് ഇത്തരം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം യുണീക്നെസ് ആണ്. അതായത് ഭൂരിഭാഗം വാഹനപ്രേമികളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ വാഹനം മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ നിന്നും തെല്ലും വ്യത്യസ്തമായിട്ട് കൊണ്ടു നടക്കാനാണ്. മറ്റുള്ളവരുടെ വാഹനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ഫീച്ചർ അഡീഷണലായിട്ട് സ്വന്തം വാഹനത്തിൽ ഉൾപ്പെടുത്താനുള്ള ആഗ്രഹമായിട്ട് നടക്കുന്നവരാണ് ഭൂരിഭാഗം വാഹനപ്രേമികളും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതും ചില രൂപമാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുന്നതും. കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു ആഗ്രഹം എടുത്തു നോക്കുകയാണെങ്കിൽ വാഹന നിർമ്മാതാക്കൾ സൺറൂഫുകൾ പ്രൊവൈഡ് ചെയ്യാത്ത വാഹനങ്ങളിൽ ഇത്തരത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ വയ്ക്കുന്നതിലൂടെ നമ്മുടെ വാഹനം മറ്റു വാഹനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി തോന്നുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ആഡംബരമായിട്ടും പ്രൗഢിയുള്ളതായിട്ടും നമുക്കും ഫീൽ ചെയ്യും, അതുപോലെ വാഹനത്തെ കാണുന്നവർക്കും ഫീൽ ചെയ്യും എന്നതും ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫിൻ്റെ ഒരു ഗുണമാണ്. ഈ രണ്ടെണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് കൊണ്ടുള്ള ഗുണങ്ങൾ. സൺറൂഫുകളുടെ എല്ലാ ഗുണങ്ങളും എല്ലാ ദോഷങ്ങളും ഈ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾക്കും ബാധകമാണ്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതോടുകൂടി വാഹനത്തിൻ്റെ സേഫ്റ്റി കുറയും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു സൺറൂഫ് ഫിറ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് വാഹനത്തിൻ്റെ സേഫ്റ്റിയെ അത് ബാധിക്കുക എന്ന്. നമുക്കറിയാം, സൺറൂഫ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ റൂഫിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. ചില വാഹനങ്ങളിൽ ഇങ്ങനെ വാഹനത്തിൻ്റെ റൂഫ് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ ഇതിനിടയിൽ വരുന്ന ബീമും കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. ഇത്തരത്തിൽ മെറ്റൽ പീസും ബീമും എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് പകരം നമ്മൾ ഒരു ഗ്ലാസ് കയറ്റുകയാണ് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ചെയ്യാറ്. വാഹനത്തിൻ്റെ ബോഡിയുടെ പ്രധാന പാർട്ടായ റൂഫിൽ നിന്നും ഇത്തരത്തിൽ ബീമുകളും മെറ്റൽ പാർട്ടുകളും എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് വാഹനത്തിൻ്റെ ബോഡി റിജിഡിറ്റിയെ കാര്യമായി തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. 3 സ്റ്റാർ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഫിക്സ് ചെയ്യുകയാണെന്ന് കരുതുക. സൺറൂഫുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി 3 സ്റ്റാർ തന്നെ ആവണമെന്നില്ല, അതിലും കുറയുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലൊക്കെ പെടുകയാണെങ്കിൽ സൺറൂഫ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടം ഫിക്സ് ചെയ്തതിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബോഡിയിലെ അത്രയും മെറ്റൽ പാർട്ടും ബീമും എല്ലാം ഒഴിവാക്കുന്നതിലൂടെ വാഹനത്തിൻ്റെ റൂഫിൻ്റെ റിജിഡിറ്റിയും കുറയും, അതുപോലെ ബോഡിയുടെ സ്ട്രെങ്ത്തിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അപകടങ്ങളിലൂടെ ഉണ്ടാകുന്ന ചെറിയൊരു ഇമ്പാക്റ്റ് പോലും വലിയ അപകടത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇൻബിൽഡായിട്ട് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്ന വാഹനങ്ങളിലും ഈ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവില്ലെന്ന്. തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങളിലും ഈ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്.
പക്ഷേ ആ ഒരു സേഫ്റ്റി പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു റൂഫിന് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് വാഹനത്തിൻ്റെ റൂഫ് പാനലിൽ പ്രത്യേകമായിട്ട് കോളംസും അതുപോലെ കുറച്ചുകൂടി റിജിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബീമുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വാഹനത്തിൻ്റെ റൂഫിനെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻബിൽഡ് സൺറൂഫോട് കൂടിയ വാഹനങ്ങളിൽ ഈ ഒരു സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഫിക്സ് ചെയ്യുന്നതോടുകൂടി വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയുന്നു എന്നുള്ളതാണ് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് കൊണ്ടുള്ള മറ്റൊരു പ്രശ്നം. നമുക്കറിയാം, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മൾ വിൽക്കുമ്പോഴായാലും വാങ്ങുമ്പോഴായാലും ആ വാഹനത്തിൻ്റെ ഏതൊക്കെ പാർട്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ പാർട്സ് റിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ പരിക്കുകളുണ്ട് എന്നെല്ലാം എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കും. ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രധാനമായിട്ട് നോക്കുന്നൊരു കാര്യമായിരിക്കും വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളിൽ എഴുതിയിരിക്കുന്ന ഇയർ. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും ബോഡിയിലും മറ്റു പാർട്സുകളിലും അധികം മാറ്റങ്ങളൊന്നും വരുത്താതെ ഷോറൂം പാർട്ടിക്ക് നൽകിയ ആ ഒരു ബോഡി കണ്ടീഷനിൽ തന്നെ ഒരു വാഹനം കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത്. അത്തരം കണ്ടീഷനിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഓടിച്ചു നോക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വാഹനം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിൽക്കേണ്ടി വന്നാൽ ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയുവാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്ത് നല്ല ഭംഗിയോടുകൂടി കൊണ്ടു നടക്കുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള സൺറൂഫുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ വാഹനത്തിന് കുറച്ചുകൂടി ഭംഗി വർദ്ധിക്കും. ഇത്തരം വാഹനങ്ങളെ മോഹവില കൊടുത്ത് സ്വന്തമാക്കാൻ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ഇത്തരം ആളുകളൊന്നും വാഹനത്തിൻ്റെ സൺറൂഫുകൾ മാറി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും വിലയിൽ കുറച്ച് കുറവുകൾ വരുത്താൻ സാധ്യതയില്ല. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളുടെ മറ്റൊരു പ്രധാന പ്രശ്നം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമുക്കറിയാം, വാഹനത്തിൻ്റെ മറ്റു പാർട്സുകളുടെ കേസിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്സുകളുടെ ക്വാളിറ്റിയും അതുപോലെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാർട്സുകളുടെ ക്വാളിറ്റിയും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ആ ഒരു വ്യത്യാസം ഈ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒരു വാഹനത്തിൽ കമ്പനി തന്നെ സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സൺറൂഫിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അത് കമ്പനിയുടെ ഗുഡ്വില്ലിനെ ബാധിക്കും, ആ ഒരു വാഹനത്തിൻ്റെ സെയിലിങ്ങിനെ ബാധിക്കും, അങ്ങനെ മൊത്തത്തിൽ ആ വാഹനത്തിൻ്റെ മാർക്കറ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൂടിയ തരത്തിലുള്ള ടെക്നോളജികളായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സൺറൂഫുകളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽസുമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു പാർട്സുകളെ പോലെ തന്നെ കമ്പനിയുടെ അത്രയ്ക്ക് തന്നെ ക്വാളിറ്റി അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഫോൾട്ടുകളും മറ്റ് ലീക്കേജുകളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം കണ്ടു തുടങ്ങിയേക്കാം. ഈ ഒരു പ്രശ്നവും ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റാണ്. സൺറൂഫിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമായിട്ടുള്ള അറിവില്ലാതെയാണ് പലരും വാഹനങ്ങളിൽ സൺറൂഫുകൾ ഫിക്സ് ചെയ്യുന്നത്. ഇത്തരം ആളുകളുടെ അറിവിലേക്കായി കുറച്ച് വിവരങ്ങൾ എത്തിക്കുക എന്ന കൊച്ചുദ്ദേശം മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ടുള്ളൂ. വാഹനത്തിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും എന്നതിനാൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ നിയമപരമായിട്ട് ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്.